പ്രിയമുള്ളവരെ, വായിക്കുന്നതിന് മുമ്പായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള സോഷ്യൽ മൂവ്മെന്റിനെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വെക്കുന്ന നയ വിശദീകരണം ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളം വി ആർ വൺ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാടുകളും നയരേഖയും കരട് രൂപമായി പൊതുജന ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കുമായി അവതരിപ്പിക്കുന്നത്. ആശയവും പ്രയോഗവും എല്ലാ പൗരന്മാർക്കും സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക നീതി, വിശ്വാസം, ആരാധന എന്നിവയ്ക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയ്ക്കുള്ള സമത്വം, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എന്നിങ്ങനെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള സുപ്രധാന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക മുന്നേറ്റമാണ് അടിസ്ഥാനപരമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ലക്ഷ്യം വെക്കുന്നത്. ഈ ഭരണഘടന ധാർമ്മികതയിൽ ഊന്നിയാണ് ഇന്ത്യ അതിൻ്റെ ജീവിത ദർശനവും ലോക ദർശനവും രൂപീകരിക്കുന്നത്. ഈ കാഴ്ചപ്പാടിൽ ലോകത്തെ ദർശിക്കുമ്പോൾ മാനവരാശി നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇന്ത്യൻ ജനാധിപത്യം 1973 ശേഷം ഇന്ത്യയിൽ ആദ്യമായാണ് അപകടകരമായ ഈ പ്രവണതയിൽ ഇത്രയും നീണ്ടകാലം ഭരണ തുടർച്ച ഉണ്ടാകുന്നത്. ജനാധിപത്യ പ്രക്രിയയുടെ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ്, സ്വതന്ത്ര കോടതികൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നീ സംവിധാനങ്ങൾക്കുണ്ടായ അപജയം നിയമവാഴ്ച സംരക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കും. ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള ഒരു കാവൽ ഇന്ന് ആവശ്യമാണ്. ഇതിനു വേണ്ടിയുള്ള ഒരു ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനവും നമ്മുടെ മുഖ്യ ഘടകമായി നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 77 വർഷങ്ങൾ പിന്നിട്ട നാം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. എങ്കിലും ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പോഷകാഹാര ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ശുദ്ധജലം, ആരോഗ്യ സേവനം, വിദ്യാഭ്യാസം, തൊഴിൽ, അന്തസ്സോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കാനുള്ള അവസരം എന്നിവയിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 50% ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. രാഷ്ട്രീയ നയം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയം നടപ്പിലാക്കുന്ന സാമൂഹ്യ നയമാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടേത്. ഈ ആശയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ഭരണഘടനാ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ആവശ്യമായ ജനാധിപത്യ ബോധവും സോഷ്യൽ മൂവ്മെന്റും കെട്ടിപ്പടുക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കടമ. അതിനുവേണ്ടിയുള്ള പൗരസമൂഹ നിർമ്മിതിയാണ് കാര്യപരിപാടിയുടെ കാതൽ. ഈ ലക്ഷ്യത്തിലേക്ക് പൗരസമൂഹത്തെയും സാമൂഹ്യ മുന്നേറ്റങ്ങളെയും ഏകോപിപ്പിക്കുകയാണ് നമ്മുടെ രീതി. ഇതിനായി ദേശീയ പാരമ്പര്യത്തിലും ഫെഡറലിസത്തിലും അധിഷ്ഠിതമായ ശാസ്ത്രീയ മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തനിമ നമ്മുടെ കേരളത്തിലൂടെ മാനവ വികസന സൂചികയിലെ എല്ലാ തലങ്ങളിലും അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഭൗതിക സാഹചര്യങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മപരിശോധനയ്ക്കും സ്വയം പുതുക്കലിനും വിധേയമായാൽ നമുക്കത് ബോധ്യമാകും. ഭൂമിശാസ്ത്രപരമായി ഐക്യപ്പെട്ടതാണെങ്കിലും സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക തലങ്ങളിൽ
കേരളം പല രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വിഭജനം കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന പദം അർത്ഥശൂന്യമാവും. 1956 കേരളീയ സമൂഹം ജാതി, മതം, കക്ഷി രാഷ്ട്രീയം, സാമൂഹ്യ സാമ്പത്തിക നിലവാരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ കടുത്ത അസമത്വം നേരിടുകയാണ്. നമ്മുടെ തലമുറയിൽ വലിയൊരു വിഭാഗം ലഹരിയുടെയും ചൂതാട്ടത്തിൻ്റെയും ദുരാചാരങ്ങളുടെയും വർഗീയ ഭ്രാന്തിൻ്റെയും ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു വിഭാഗം സുഖാസ്വാദനങ്ങളുടെ മാത്രം പിറകെ പോകുന്നു. സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളും സുരക്ഷിതരല്ലാതായി തീർന്നിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമിയും വക്കം മൗലവിയും ചാവറ അച്ഛനും പൊയ്കയിൽ അപ്പച്ചനും പ്രകാശം പരത്തിയ ഒരു നാടാണ് നമ്മുടെ കേരളം. അവരുണ്ടാക്കിയ എല്ലാ പകിട്ടിനും നമ്മുടെ തലമുറ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ സമഗ്രമായ ഒരു പുനർനിർമ്മാണവും പരിഷ്കരണവും നമുക്ക് അത്യാവശ്യമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യം ജനങ്ങളുടെ കൈകാര്യ കർത്തൃത്വത്തിൽ നിക്ഷിപ്തമാക്കലാണ്. അതിലേക്കായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള മുന്നോട്ട് വെക്കുന്ന മാറ്റങ്ങൾ ഇപ്രകാരമാണ്. സാമൂഹ്യനീതി ജാതി സെൻസസിലൂടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം വിഭവ വിതരണത്തിനും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനും ഉദ്യോഗ രംഗങ്ങളിലും ആനുപാതികമായി നൽകപ്പെട്ടിട്ടില്ല. ഇത് പരിഹരിക്കാൻ ജാതി സെൻസസ് നടത്തി ലഭിക്കുന്ന വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന സംവിധാനം ഉണ്ടാവണം. പ്രവാസി വോട്ടവകാശം. പ്രവാസികൾ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ലാണ്. പ്രവാസ ജീവിതം ഒരാൾ ആരംഭിക്കുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങളിലൂന്നിയാണെങ്കിലും പ്രവാസികൾ സമൂഹത്തിൻ്റെ പ്രതീക്ഷയും കൈത്താങ്ങുമാണ്. അവർക്ക് പക്ഷേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ മുഖ്യ ഘടകമായ തെരഞ്ഞെടുപ്പുകളിൽ ഭാഗമാവാൻ സാധിക്കാറില്ല. തൊഴിൽ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള പ്രവാസി വോട്ടവകാശം പരിപൂർണമായി നടപ്പിൽ വരുത്തണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതാതു രാജ്യങ്ങളിൽ വെച്ച് തന്നെ വോട്ട് ചെയ്യാനുള്ള ഈ ബാലറ്റ് സംവിധാനം നടപ്പിലാക്കണം. മലബാറിനോടുള്ള അവഗണന. ജനസംഖ്യയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ കേരളത്തിൻ്റെ പകുതിയോളം വരുന്ന പ്രദേശമാണ് മലബാർ. ചരിത്രപരമായ കാരണങ്ങളാൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ ഈ പ്രദേശം തിരുകൊച്ചിയേക്കാൾ വളരെ പുറകിലായിരുന്നു. എന്നാൽ ഇന്നും അത്തരമൊരവസ്ഥയ്ക്കു മാറ്റം വരുത്താൻ ജനാധിപത്യ സർക്കാരുകൾ തയ്യാറായില്ല എന്നതാണ് പ്രശ്നം. തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നുള്ള ദൂരം കൂടുന്തോറും വികസനം കുറവ് മതി എന്ന ചിന്തയാണെന്ന് തോന്നുന്നു അധികൃതരെ എന്നും നയിച്ചത്. എൻഡോസൾഫാന്റെ പേരിൽ മാത്രം മാധ്യമങ്ങളിൽ നിറയാനുള്ള അവസ്ഥ കാസർഗോഡിനുണ്ടായത് അങ്ങനെ ആയിരിക്കാം. ജനസംഖ്യയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ ചെറിയ അന്തരമേ ഉള്ളൂ എങ്കിലും വികസനത്തിൻ്റെ ഏതു മാനദണ്ഡത്തിലും തിരുകൊച്ചിയും മലബാറും തമ്മിലുള്ള അന്തരം എത്രയോ ഭീമമാണ്. വ്യവസായ, കാർഷിക, സാമ്പത്തിക, വാണിജ്യ, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ, സാംസ്കാരിക, കായിക, ഗതാഗത മേഖലകളിലെല്ലാം ഈ അന്തരം പ്രകടമാണ്. സർക്കാർ ജോലികളിലെ പ്രാതിനിധ്യത്തിലും മലബാറിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ജില്ലകളുടെ വിഭജനം. ഐക്യ കേരളം രൂപം കൊള്ളുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നീ 5 ജില്ലകളാണുണ്ടായിരുന്നത്. 1957 മലബാർ ജില്ലയെ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ 3 ജില്ലകളാക്കി വിഭജിച്ചു. പലവിധ വിവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും ശേഷം 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ജനസംഖ്യ 14 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 45 ലക്ഷത്തിന് മുകളിലായിരിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എന്നീ 3 ജില്ലകളും കൂടിയുള്ളതിനേക്കാൾ ജനസംഖ്യയുണ്ട് മലപ്പുറത്ത്. ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവനാണ് ജില്ലാ കലക്ടർ. 3 കലക്ടർമാരുടെ കൂടിയത്ര ഫയലുകളാണ് മലപ്പുറം ജില്ലയുടെ
ഒരു കലക്ടറുടെ മേശപ്പുറത്ത് വരുന്നത്. ത്രിപുര, മേഘാലയ, മണിപ്പൂർ തുടങ്ങി ഇന്ത്യയിലെ 8ഓളം സംസ്ഥാനങ്ങളെക്കാൾ പോലും അധികം വരും ഈ ജനസംഖ്യ. സർക്കാർ പദ്ധതികളും സംരംഭങ്ങളും ഓഫീസുകളും വഴി ജനജീവിതത്തിന്റെ താഴേത്തട്ടിലേക്ക് സേവന പ്രവർത്തനങ്ങൾ എത്തുന്നതിന് ഈ വലിയ ജനസംഖ്യ തടസ്സമാണ്. റവന്യൂ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ, ആരോഗ്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി സർവത്ര മേഖലകളിലും വികസന മുരടിപ്പും അപര്യാപ്തതകളും സ്വാഭാവികമായും മലപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈമറി ലെവൽ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ഈ കുറവ് കാണാം. എല്ലാ അധ്യയന വർഷങ്ങളുടെയും തുടക്കത്തിൽ +1 അഡ്മിഷൻ വിവാദങ്ങൾക്കിടയിൽ മാത്രമാണ് ഈ ആവശ്യം ഉയർന്നു വരാറുള്ളത്. മലപ്പുറം ജില്ലയുടെ സമാനമായ അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുമുള്ളത്. ജനസംഖ്യയുടെ ആധിക്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സാമൂഹ്യ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വിഭജിക്കാനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിലെ മലപ്പുറം ജില്ലയുടെ വടക്ക്, കോഴിക്കോട് ജില്ലയുടെ തെക്ക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 15ാമത്തെ മറ്റൊരു ജില്ല കൂടി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആവശ്യപ്പെടുന്നു. ഫെഡറലിസം. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ നാം വിജയിച്ചിട്ടില്ല. GST സംവിധാനം നടപ്പിലായതോടുകൂടി എല്ലാ വരുമാന മാർഗവും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഫണ്ട് ലഭിക്കേണ്ട ഏക സ്രോതസ് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിന് കൃത്യമായ ഒരു മാനദണ്ഡം മുന്നോട്ട് വെക്കുകയാണ്. ഈ ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള 1,20,000 കോടി രൂപ ഇപ്പോഴും കേന്ദ്രത്തിന്റെ കൈവശമാണ്. കേന്ദ്ര വിഭവങ്ങൾ പങ്കുവെക്കുന്നത് സംസ്ഥാനത്തിന്റെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടായിരിക്കണം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന കേന്ദ്ര വിഹിതത്തിൽ കാര്യമായ വർധനവുണ്ടാകും. ചെലവ് ചുരുക്കാൻ എന്ന പേരിൽ ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഫാസിസ്റ്റ് ആശയം നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രമേ ഉപകാരപ്പെടൂ എന്നാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാട്. വിവിധങ്ങളായ സാമൂഹ്യ സാംസ്കാരിക വിശ്വാസ നിലപാടുകളുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ. അതിനാൽ തന്നെ നിലവിലെ ഫെഡറൽ സംവിധാനത്തെ ഈ നിലപാട് അട്ടിമറിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്ക് നിരന്തരമായി വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീന്റെ മേലുള്ള ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിൽ ആരംഭിച്ച കൊടും ക്രൂരതയ്ക്ക് ഇന്നേക്ക് 1 വർഷമാവുന്നു. ഈ അധിനിവേശ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ഇരകളായ ഫലസ്തീനൊപ്പമാണെന്ന് പറയുകയും അതോടൊപ്പം ഭീകരമായ ഇസ്രായേലിന് സൈനിക സഹായം നൽകുകയും ചെയ്യുന്നത് പ്രത്യക്ഷമായ കാപട്യവും മനുഷ്യത്വരഹിതമായ സമീപനവുമാണ്. ഈ നടപടി അടിയന്തരമായി കേന്ദ്രം അവസാനിപ്പിക്കാൻ കേരള നിയമസഭ പ്രമേയം അവതരിപ്പിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം ഉയർന്ന മാനുഷിക മൂല്യങ്ങളുള്ള ഒരു തലമുറയായിരിക്കണം വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമുക്ക് ലഭ്യമാവേണ്ടത്. അതിനാൽ തന്നെ ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമായിരിക്കണം. അധ്യയന സമയം 8 മണി മുതൽ 1 മണി വരെ ആക്കണം. നിലവിലുള്ള വിദ്യാലയങ്ങൾ വൈകിട്ട് 6 മുതൽ 8 വരെ നൈപുണ്യ വികസനത്തിനാവശ്യമായ പഠനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയും. മാത്രമല്ല നിലവിലെ സ്ഥാപനങ്ങളുടെ ആസ്തി സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടും.